നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റ് ലഭിച്ച ശേഷം ചൈന സന്ദർശിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അസീം മുനീർ നടത്തുന്ന കൂടിക്കാഴ്ചകളും നീക്കങ്ങളും ചർച്ചകളൊക്കെ തന്നെ ഇന്ത്യ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇപ്പോഴിതാ ചൈനയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അസീം മുനീർ എത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഉന്നത ചൈനീസ് നേതാക്കളുമായിട്ടാണ് ചർച്ച നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. സമസ്ത മേഖലകളിലുമുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള മാർഗം തേടിയാണ് മുനീർ ചൈനയിൽ എത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. വൈസ് പ്രസിഡന്റ് ഹാൻഷെങ്, ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ ജനറൽ ഷാങ് യുക്സിയ, വിദേശകാര്യമന്ത്രി വാങ് യി എന്നിവരുമായി മുനീർ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയതായി ഔദ്യോഗിക മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് മെയ് 7-ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷമുള്ള മുനീറിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത്. സംഘർഷത്തിനിടെ പാകിസ്ഥാൻ ചൈന വിതരണം ചെയ്ത വിപുലമായ സൈനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ഇന്ത്യ അതിലേറെ സമർത്ഥമായി അതെല്ലാം തന്നെ വെടിവെച്ചു വീഴ്ത്തുകയും ചെയ്തിരുന്നു. നേരത്തെ അമേരിക്കയിലേക്ക് മുനീർ സന്ദർശനം നടത്തിയിരുന്നു. US പ്രസിഡന്റ് ട്രംപിനെ കാണുകയും അമേരിക്കയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു വിഷയത്തിൽ അമേരിക്ക എടുക്കുന്ന നിലപാടുകളും ട്രംപ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകളും എന്താണെന്ന് കൃത്യമായി നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആദ്യം അമേരിക്കയും അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചൈനയിലും അസീം മുനീർ എത്തുന്നത്. ഏതായാലും ഇന്ത്യ കണ്ണുകൾ കൂർപ്പിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. എന്തിനാണ് വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ അമേരിക്ക സന്ദർശിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ദാർ കൂടിക്കാഴ്ച നടത്തും. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ദാർ ജൂലൈ 14-നും ചൈനയിലെത്തിയിരുന്നു. പാകിസ്ഥാൻ സായുധ സേനയെ ചൈനീസ് നേതൃത്വം പ്രശംസിച്ചുവെന്നും പാകിസ്ഥാൻ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ഉഭയകക്ഷി ഇടപെടലിന്റെ ആഴത്തിൽ ഇരുപക്ഷവും സംതൃപ്തി പ്രകടിപ്പിക്കുകയും പരമാധികാര സമത്വം, ബഹുമുഖ സഹകരണം, പ്രാദേശിക സ്ഥിരത എന്നിവയ്ക്കുള്ള പങ്കിട്ട പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു വാർത്ത വന്നത്. അതായത് അവിടെ ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ടുകൾ. കാരണം കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പാകിസ്ഥാനിൽ വമ്പൻ രാഷ്ട്രീയ അട്ടിമറി നടന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത്. ആസിഫ് അലി സർദാരിയെ മാറ്റി അസീം മുനീറിനെ പ്രസിഡന്റ് ആക്കാനുള്ള നീക്കം നടക്കുന്നതായി രാജ്യാന്തര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞെങ്കിലും അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വർഷം ആദ്യം ഗൾഫ് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകളിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കൊപ്പം പോയ അസീം മുനീർ പിന്നാലെ ശ്രീലങ്കയും ഇന്തോനേഷ്യയും ഒറ്റയ്ക്ക് സന്ദർശിച്ചിരുന്നു. ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് പല രാജ്യങ്ങളും അസീം മുനീർ സന്ദർശിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതും. ഏതായാലും ഇതോടെയാണ് ഭരണരംഗത്തേക്ക് സൈനിക മേധാവിയുടെ കടന്നുവരവ് ചർച്ചയാകുന്നത്. കഴിഞ്ഞ മാസം വൈറ്റ് ഹൌസിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അസീം മുനീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് പോലും ട്രംപ് ഇതുവരെ സ്വീകരണം നൽകിയിട്ടില്ല എന്നതും ഒരു അട്ടിമറി സാധ്യത അവശേഷിപ്പിക്കുന്നുണ്ട്. അയൂബ് ഖാന് ശേഷം പാകിസ്ഥാന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഫീൽഡ് മാർഷലാണ് അസീം മുനീർ. 1958 ഒക്ടോബറിൽ അന്നത്തെ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസയെ സൈനിക അട്ടിമറിച്ചാണ് അയൂബ് ഖാൻ രാജ്യത്തിന്റെ ആദ്യ സൈനിക ഭരണാധികാരിയായി മാറിയത്. മുനീറും അതേ പാതയിലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ഏതായാലും ഈ സംശയങ്ങളൊക്കെ തന്നെ അവിടെ ചർച്ചയാകുന്നതിനിടയിലാണ് ഇപ്പോൾ അസീം മുനീർ ഏറ്റവും ഒടുവിലായി ഇന്ത്യക്ക് അടുത്ത് കിടക്കുന്ന ചൈനയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ ഈ നീക്കങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുകയാണ്. ഇതേ സമയം തന്നെ പാകിസ്ഥാനെ വിറപ്പിക്കാനായിട്ട് ഇന്ത്യ മറ്റൊരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ജൂലൈ 1-ന് കലിൻഗ്രാഡിലെ യാന്തർ കപ്പൽശാലയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ INS തമാലാണ് ഇവിടെ താരം. INS തമാലിൽ റഷ്യൻ നാവികസേനയുടെ ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ് അഡ്മിറൽ വോറോബിയേവ് വ്ളാഡിമിർ മിക്കേലോവിച്ച് സന്ദർശനം നടത്തിയിരിക്കുകയാണ്. വലിയ വാർത്തയായിട്ടാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ഫ്രണ്ട് ലൈൻ ഫ്രിഗേറ്റ് INS തമാൽ സന്ദർശിച്ചു. കപ്പലിന്റെ കഴിവുകളെക്കുറിച്ചും അദ്ദേഹത്തെ അറിയിച്ചു എന്നാണ് റഷ്യയിൽ
മോസ്കോയിലെ ഇന്ത്യൻ എംബസി എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലുള്ള മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനൊപ്പം ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥൻ ജീവനക്കാരുമായി സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നിലവിലുള്ള പ്രതിരോധ സഹകരണത്തെക്കുറിച്ചും അഡ്മിറൽ മിഖേലോവിച്ച് സംസാരിച്ചെന്നും പറയുന്നുണ്ട്. ഏതായാലും മോസ്കോയിലെ ഇന്ത്യൻ എംബസി ഇത് എക്സിൽ കുറിച്ചിട്ടുണ്ട്. പ്രൊജക്ട് 1135.6 പരമ്പരയിലെ 8ാമത്തെ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫ്രിഗേറ്റും തുഷിൻ ക്ലാസ് കപ്പലുകളിൽ 2ാമത്തേതുമാണ് INS തമാൽ. തുഷിൻ ക്ലാസിലെ ആദ്യ കപ്പൽ 2024 ഡിസംബർ 9 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ കമ്മീഷൻ ചെയ്തിരുന്നു. ഇതുവരെ ഉൾപ്പെടുത്തിയ 7 കപ്പലുകളും വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഭാഗമാണ്. വെസ്റ്റേൺ നേവൽ കമാൻഡിന് കീഴിൽ ഇന്ത്യൻ നാവികസേനയുടെ ദി വാൾ ആം INS തമാൽ കടലിലെ ഒരു ഭീമാകാരമായ ചലിക്കുന്ന കോട്ട തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം. കൂടാതെ വായു, ഉപരിതലം, അണ്ടർ വാട്ടർ, ഇലക്ട്രോ മാഗ്നറ്റിക് എന്നീ 4 മാനങ്ങളിലുമുള്ള നാവിക യുദ്ധത്തിന്റെ സ്പെക്ട്രത്തിലുടനീളമുള്ള നീല ജലപ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇതുകൂടാതെ അത്യാധുനിക ആശയവിനിമയ നെറ്റ്വർക്ക് കേന്ദ്രീകൃത പ്രവർത്തന ശേഷികളുള്ള ഇന്ത്യൻ റഷ്യൻ സാങ്കേതിക വിദ്യകളുടെ സംയോജനമാണ് തമാൽ. ആണവ, ജൈവ, രാസ പ്രതിരോധത്തിനായി സങ്കീർണമായ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളിൽ കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നു. കേടുപാടുകൾ നിയന്ത്രിക്കാൻ, അഗ്നിശമനം എന്നിവ ഉൾപ്പെടെ അഭയം നൽകിയ പോസ്റ്റുകളിൽ നിന്ന് കേന്ദ്രീകൃതമായി പ്രവർത്തിപ്പിക്കാൻ കഴിയും. INS തമാലിൽ ഏകദേശം 250 നാവികരും 26 ഓഫീസർമാരും അടങ്ങുന്ന ഒരു സംഘമുണ്ട്. ഈ കപ്പലിലെ ഓഫീസർമാരും നാവികരും കപ്പലിലെ മുദ്രാവാക്യം ഉൾക്കൊള്ളുന്ന സർവത്ര സർവദാ വിജയ, അതായത് എല്ലായിടത്തും എപ്പോഴും വിജയം, എല്ലാ ദൗത്യങ്ങളിലും പ്രവർത്തന മികവോടുള്ള തമാലിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ നാവികസേനയുടെ മുദ്രാവാക്യമായ യുദ്ധത്തിന് തയ്യാറാണ്, വിശ്വസനീയമാണ്, ഏകീകൃതവും ഭാവിക്കും തയ്യാറാണ്, ദേശീയ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നു, എപ്പോൾ വേണമെങ്കിലും എവിടെയും എന്നതിനെ പൂരകമാക്കുന്നു. പരമ്പരാഗത സൈനിക, ആണവ, ബഹിരാകാശ സഹകരണത്തിനപ്പുറം ഒരു ബഹുധ്രുവ ലോകത്തോടുള്ള പങ്കിട്ട പ്രതിബദ്ധതയുടെ ഇന്ത്യ റഷ്യ പങ്കാളിത്തം സമകാലിക കാലഘട്ടത്തിൽ ഏറ്റവും സ്ഥിരതയുള്ള ഒന്നാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിച്ചിരുന്നു. 2025 നേരത്തെ നിശ്ചയിച്ചിരുന്ന $30 ബില്യൺ ലക്ഷ്യത്തിന്റെ ഇരട്ടിയായി ഇരു രാജ്യങ്ങളും അന്തർപ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും കൂടുതൽ ഇന്ത്യ റഷ്യ തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതാക്കുന്നത് കൂടിയാണ് ഈ ഒരു INS തമാൽ എന്ന് പറയുന്ന ഈ ഒരു പടകൂറ്റൻ യുദ്ധക്കപ്പൽ. ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത പരിശ്രമത്തിലൂടെ നിർമ്മിച്ച ഈ യുദ്ധക്കപ്പലിൽ 33% തദ്ദേശീയ ഉപകരണങ്ങളുണ്ട്. അറബിക്കടലിലും പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് സമീപവും ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന പശ്ചിമ നാവിക കമാൻഡിലാണ് INS തമാൽ വിന്യസിക്കുക. അതായത് പ്രധാനപ്പെട്ടും പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിനും അറബിക്കടലിലും ആ ഭാഗത്തായിട്ടാണ് ഇത് വിന്യസിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പാകിസ്ഥാന്റെ മുട്ടിടിക്കുന്നത്. INS തമാൽ എന്ന് കേൾക്കുമ്പോഴേ ശത്രുക്കൾക്ക് ഇതൊരു ഭയം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുരാണങ്ങളിലെ ദേവരാജ് ഇന്ദ്രന്റെ ശക്തമായ വാളായ തമാൽ എന്നതിൽ നിന്നാണ് INS തമാലിന്റെ പേര് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത്. രാമായണത്തിലെ മഹാനായ യോദ്ധാവ് ജാംബവാനും റഷ്യൻ തവിട്ടുകരടിയും ചേർന്നതാണ് ഈ യുദ്ധക്കപ്പലിന്റെ ലോഗോ. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക പ്രതിരോധ സഹകരണത്തെ ഈ ചിഹ്നം പ്രതിഫലിപ്പിക്കുന്നു. ഈ യുദ്ധക്കപ്പലിലെ സൈനികർ സ്വയം വലിയ കരടികൾ എന്ന് വിളിക്കുന്നു. ഏതായാലും വലിയൊരു നീക്കമാണ് ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തിയിരിക്കുന്നത്. ഇതും പാകിസ്ഥാനുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം അസീം മുനീർ ഓടി നടന്ന ഇന്ത്യക്ക് ഭീഷണിയാകുന്ന രാജ്യങ്ങളെയൊക്കെ തന്നെ കാണുന്നതും അവിടെ പല തലത്തിലുള്ള ചർച്ചകളും ആ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള നീക്കങ്ങളും നടത്തുന്നത്. ഏതായാലും ഇന്ത്യ ഒരു പടി മുന്നേ തന്നെയാണ്. ഇന്ത്യ അതിനു മുന്നേ എറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് INS തമാലിന്റെ വരവിൽ നിന്ന് വ്യക്തമാകുന്നത്.